എൻ്റെ പേര് ബമിൻ, കോഴിക്കോട് ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ കൂടുതൽ നേരിടുന്ന പ്രശ്നം ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഈ പുതിയ തുടങ്ങുന്ന ചാനലിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് മലയാളം ചാനലിന് കോഴിക്കോട് ഓട്ടോക്കാരുടെ വക ഒരു ആശംസകൾ നേരുന്നു. പുതിയ ചാനൽ ആരംഭിക്കുന്നത് വിവരം അറിഞ്ഞു. ഇവിടെ ന്യൂസ് മലയാളം, ഞാനൊരു നാടകക്കാരനാണ്. നാടകക്കാർ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നൊരു മേഖലയാണ്, കലാകാരന്മാരുടെ മേഖലയാണ്. ഇവരുടെ പ്രശ്നങ്ങൾ കൂടി ന്യൂസ് മലയാളം ഒന്ന് കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരും. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്നതുപോലെ വാർത്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. വാർത്തകളിലൂടെയാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതും നാം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും. ഇന്ന് പുതിയതായിട്ട് ഇവിടെ ആരംഭിക്കുന്ന ന്യൂസ് മലയാളം ചാനലിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഒരു വലിയ സംരംഭമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഒരു വൈപ്പിങ്കരക്കാരനാണ്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളി കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം ഇപ്പോൾ മത്സ്യത്തൊഴിലാളി എന്ന രീതിയിൽ ഇവിടെ ഈ രാസമാലിന്യങ്ങൾ കിട്ടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഇത് കൊച്ചി അഴിമുഖം തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളക്കെട്ടിൻ്റെ പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വിഷയം ന്യൂസ് മലയാളം ചാനലിലൂടെ ചർച്ചാ വിഷയമാക്കി ജനകീയമാക്കിയെടുത്ത് ഇത് അധികാരികളുടെ കൺമുമ്പിൽപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ന്യൂസ് ചാനലിന് എല്ലാവരും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ഞാൻ നായരമ്പല സ്വദേശിനിയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ ഭിത്തി ഇല്ലാത്തതാണ്. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ കടൽ വെള്ളം മുഴുവനും ഓരോ വീടുകളിലുമാണ്. ന്യൂസ് മലയാളം ഇത് ചർച്ച ചെയ്ത് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് മലയാളത്തിന് എല്ലാവിധ ആശംസകളും. പുതുതായി തുടങ്ങുന്ന ന്യൂസ് മലയാളം 24x7 എന്ന ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.